ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രൻ്റെ ഭൂതകാലം തേടി നമ്മുടെ ആദർശ് പോയായിരുന്നല്ലോ. അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജയനും അജയനും അതുപോലെ നാഗേന്ദ്രനും കൂടി അവിടെ അവരുടെ ഷോറൂമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുക ജ്വല്ലറിയിൽ. അപ്പോൾ എതിരാളികളില്ലാത്തൊരു കാലം വരണം, അതാണ് മൂർത്തിയങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വർണ്ണ ബിസിനസ്സിൽ എതിരാളികളൊക്കെ ഉണ്ടാകും, പക്ഷേ അവർക്കൊന്നും നമ്മുടെ അരികിൽ എത്താനായിട്ട് പറ്റരുത്. ഇപ്പം നമ്മൾ ടോപ്പിലാണെങ്കിലും ഏത് നിമിഷവും ഒരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ നാഗേന്ദ്രൻ ഇവരോട് പറയുവാണേ. പക്ഷേ അങ്കിളിന് ഇനി 2ാം സ്ഥാനത്തേക്ക് നമ്മുടെ ജ്വല്ലറി പോകുന്നത് സങ്കല്പിക്കാനേ പറ്റുന്ന കാര്യമല്ല എന്ന് നാഗേന്ദ്രൻ പറയുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സുവർണ അവസരമായിട്ട് നമ്മൾ കാണണമെന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. ആ ജർമ്മൻ കളക്ഷൻ നമ്മുടെ എക്സിബിഷനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണമെന്ന് നാഗേന്ദ്രൻ പറയുന്നു. അതെന്ന് ജയനും അജയനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അപൂർവമായ നെക്ലേഴ്സിന് ഒപ്പം വയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഓർണമെൻറ്റ്സ് കൂടി നമ്മൾ ഡിസൈൻ ചെയ്ത് പ്രദർശിപ്പിക്കുകയും വേണമെന്ന് നാഗേന്ദ്രൻ പറയണം. അറിയാമല്ലോ, പാരമ്പര്യമായിട്ട് നമ്മുടെ സ്വർണ്ണപ്പണിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ശങ്കരേട്ടനും ഫാമിലിയും ഉള്ളത്. ആ ശങ്കരേട്ടൻ്റെ പോലും കണ്ണ് തള്ളിപ്പോയി ആ നെക്ലേഴ്സ് കണ്ടിട്ടെന്ന് നാഗേന്ദ്രൻ പറയും. അപ്പോൾ അതൊക്കെ കേട്ട് പല ചാനലുകാരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് നാഗേന്ദ്ര എന്ന് ജയൻ പറഞ്ഞു. ചാനലുകാർ മാത്രമല്ല, പത്രക്കാരും ഒക്കെ വരുന്നുണ്ടെന്നും പരസ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളേറെ പിന്നോട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുക. പക്ഷെ ഇതുപോലുള്ള ഈവൻറ്റ്സ് വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു തുക മാറ്റി വെച്ചേ പറ്റുമെന്നും നാഗേന്ദ്രൻ ഇവരോട് പറയുന്നു. അതിനുള്ള സാങ്ഷൻ മൂർത്തി അങ്കിൾ തന്നിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ സമ്പൂർണ്ണ വിജയത്തിന് വേണ്ടി എനിക്ക് എല്ലാ ഫ്രീഡവും തന്നിരിക്കുകയാണ് അദ്ദേഹമെന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. അല്ലെങ്കിലും അങ്കിളിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പക്ഷേ എന്നോടുള്ള വിശ്വാസം കാരണം എല്ലാം എനിക്ക് വിട്ടു തന്ന സ്ഥിതിക്ക് ഇനി പിന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നാഗേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ നാഗേന്ദ്രൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതുപോലെ തന്നെ ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരാമെന്ന് അജയൻ അന്നേരം പറഞ്ഞു. ആ നെക്ലേഴ്സ് കണ്ട് ശങ്കരൻ ചേട്ടൻ്റെ കണ്ണ് തള്ളി എന്ന് നാഗേന്ദ്രൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെ അമ്മയ്ക്ക് പോലും അതിനോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ട് എന്ന് ജയൻ അന്നേരം പറയുക. അതിനെപ്പറ്റി അമ്മ വാതോരാതെയാണ് സംസാരിച്ചത്. സ്വർണത്തെക്കുറിച്ച് നല്ല അറിവുള്ള കൂട്ടത്തിലുള്ള ആളാണ് അമ്മ. ആ അമ്മ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സിബിഷന് വരുന്ന ഓരോ വ്യക്തികളും അത് മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നതെന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഡിസൈനോട് ചേർന്ന് നിൽക്കുന്ന കുറേ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കി വെക്കണമെന്നുള്ളതെന്നും നാഗേന്ദ്രൻ പറഞ്ഞു. അതൊക്കെ നമുക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനും സാധിക്കുമെന്നും അവരതിട്ടുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർ അതേപ്പറ്റി ഉറപ്പായിട്ടും തിരക്കുമെന്ന കാര്യവും പറയാം. അങ്ങനെയുള്ള ആ ഒരു പബ്ലിസിറ്റിയാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും അടിസ്ഥാന ഘടകമായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയണു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നീങ്ങാവുന്നു. ഞാനൊരു സ്കെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നും പറയാമെന്നും പറയും. അപ്പോൾ ശരി നാഗേന്ദ്രൻ, അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ഇവർ എന്നിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. നാഗേന്ദ്രൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാഗേന്ദ്രൻ ആ ഒരു നെക്ലേഴ്സ് എടുത്ത് ജലജയെ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്ക് ജലജയുടെ കണ്ണ് മഞ്ഞളിച്ച് ഇങ്ങനെ പുറത്തേക്ക് ചാടി ഇങ്ങനെ നിൽക്കുക. അന്തം വിട്ട് ജലജ നോക്കുവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇത് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ജലജ അതെടുത്ത് കഴുത്തേൽ വെച്ച് നോക്കുന്നു. അപ്പോൾ ഇത് എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ മൂർത്തിയങ്ങളുടെ സുഹൃത്ത് വഴി നമുക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു. ആഹാ, ഇതിലെ കല്ലുകൾ അപൂർവമാണ്, വളരെ വിലയേറിയതാണെന്ന് നാഗേന്ദ്രൻ പറയുക കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരെണ്ണം പണിതെടുക്കാൻ എളുപ്പമല്ലെന്നൊക്കെ ജലജയോട് പറയുമ്പോൾ അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇത് കാണാൻ. സ്വർണത്തെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്കും ഇത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് ജലജ. അതങ്ങ് വെച്ചേക്കാൻ പറഞ്ഞു നാഗേന്ദ്രൻ. സുരക്ഷിതമായി ഷെൽഫിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞ് മൂർത്തിയങ്ങൾ തന്നതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇനി ആ എക്സിബിഷൻ നടക്കുന്നതിൻ്റെ അന്ന് ഇതവിടെ പ്രദർശിപ്പിക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. ഇതും പോരാത്ത ജലജ, ഇത് നന്നായി മാർക്കറ്റ് ചെയ്യാനാണ് എൻ്റെ തീരുമാനമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഏറെ മുന്നിൽ നിൽക്കുന്നതെന്നും പക്ഷേ അത് പോരാ എന്നും നാഗേന്ദ്രൻ പറയട്ടോ. മൂർത്തി ജ്വല്ലറിയുടെ പേരും പെരുമയും കേരളത്തിന് പുറത്തും പോകണമെന്ന കാര്യമൊക്കെ പറഞ്ഞ് ഗൾഫിലൊക്കെ നമുക്ക് ബ്രാഞ്ചുകൾ ഉണ്ടാവണം, അതുപോലെ അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാനെന്നൊക്കെ നാഗേന്ദ്രൻ പറഞ്ഞു. നീ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ജലജയുടെ കയ്യിലേക്ക് കൊടുത്തു. ജലജയാണെങ്കിൽ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുക. പക്ഷേ ജലജയ്ക്ക് ഇരിക്കപ്പുറത്ത് കിട്ടില്ലല്ലോ സ്വർണം. അത് കണ്ടു കഴിഞ്ഞപ്പം എന്നെങ്കിലും എനിക്ക് ഇതുപോലെ ഒരു നെക്ലേസ് വാങ്ങിച്ചാലും പറ്റുമോ നാഗേട്ടനെന്ന് ചോദിക്കുമ്പം ലക്ഷങ്ങൾ വിലയുള്ള സ്വർണം നമുക്കെന്തിനാടി എന്ന് നാഗേന്ദ്രൻ ചോദിച്ചു. ഇനി ഇതുപോലൊന്ന് നമ്മുടെ മോളുടെ കല്യാണത്തെ നമുക്ക് പണിയിപ്പിച്ചെടുക്കാമെന്ന് നാഗേന്ദ്രൻ പറയാം. ഞാൻ ശങ്കരേട്ടനെ കാണിച്ചിട്ടുണ്ട് ഈ നെക്ലേസ്. ശങ്കരേട്ടൻ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് ഇതുപോലൊന്ന് പണിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞതെന്ന കാര്യം പറഞ്ഞപ്പം സ്വർണ്ണപ്പണിയിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ആഭരണം കണ്ടാൽ അത് അതുപോലെ ഉണ്ടാക്കുന്ന ആളാണ് ഇന്ന് തോൽവി സമ്മതിച്ചിരിക്കുന്നതെന്ന് നാഗേന്ദ്രൻ അന്നേരം പറയാട്ടോ.
എക്സിബിഷൻ ഇനി കുറച്ച് ദിവസമില്ലേ, അതിനു മുൻപ് എനിക്ക് 1-2 ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ വെറുതെ ഒരു ഷോയ്ക്ക് അതിട്ടുകൊണ്ട് പോയാലോ എന്ന് ജലജ ചോദിക്കുമ്പം അബദ്ധമൊന്നും കാണിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എക്സിബിഷൻ നടക്കുന്ന അന്നല്ലാതെ ആ സ്വർണം വേറെ ആരും കാണാൻ പോലും പാടില്ല എന്ന് ജലജയോട് നാഗേന്ദ്രൻ പറഞ്ഞു. നിനക്ക് ആവശ്യത്തിന് സ്വർണ്ണം ഉണ്ടല്ലോ ജലജയെ, എന്നാൽ ആർത്തി തീരത്തില്ലല്ലേ എന്ന് നാഗേന്ദ്രൻ പറയാട്ടോ. പിന്നെ സ്വർണത്തിൽ മുങ്ങി വന്ന ആളാണ് ദേവേടത്തി. എന്നിട്ടോ അവർക്ക് ഇത്ര സ്വർണ്ണക്കൊതി ഉണ്ടോ? ഇല്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് നാഗേന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി. ജലജ അന്നേരം ഇതും സ്വപ്നം കണ്ട് അവിടെ അങ്ങനെ നിൽക്കും. അടുത്ത കുരുട്ട ബുദ്ധി ആലോചിക്കുവാണ്. അത്രയും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ആദർശിനോട് നമ്മുടെ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ജലജയ്ക്ക് പണ്ടേ സ്വർണത്തിനോട് ആർത്തിയാണല്ലോ എന്നിങ്ങനെ ചേട്ടൻ പറയുമ്പോൾ അതെനിക്ക് അറിയാമെന്ന് പറഞ്ഞു ആദർശം. സ്വർണത്തിൽ മുങ്ങിത്താഴുന്ന കുടുംബം ഇടയ്ക്കൊക്കെ ജ്വല്ലറിയിൽ വരും, അമ്മയ്ക്കൊപ്പം സാറിൻ്റെ അപ്പച്ചി. എന്നിട്ട് പുതിയ ഫാഷൻ ആഭരണങ്ങൾ പണിഞ്ഞു കൊടുക്കണമെന്ന് പറയുമെന്നും പറഞ്ഞു. പിന്നെ പഴയ ആഭരണങ്ങളൊക്കെ ഞാനങ്ങനെ പുതുക്കി പണിഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ഈ സ്വർണം വിദേശത്തു നിന്ന് വന്നതല്ലേ, അതിൻ്റെ ഒരു പ്രഭയുണ്ടല്ലോ, അതങ്ങനെ തന്നെയാണ്. അങ്ങനൊരു ഡിസൈൻ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ അറിവിലുള്ള സ്വർണ്ണപ്പണിക്കാർക്കോ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്ന് അദ്ദേഹം പറയാം ആദർശിനോട്. അല്ല, അത് പറയാനേ എനിക്കൊരു മടിയില്ല എന്നും പറഞ്ഞു. അപ്പം കഥ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താ സംഭവിച്ചതെന്ന് ആദർശ് ചോദിക്കുമ്പം ആ സംഭവത്തിന് മുൻപ് മൂർത്തി സാറിന് നാഗേന്ദ്രനോട് വലിയ മതിപ്പായിരുന്നു എന്നും ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നോ? കഠിനാധ്വാനത്തിലൂടെയായിരുന്നു അയാൾ മൂർത്തി ജ്വല്ലറിയെ ഉയരങ്ങളിൽ എത്തിച്ചതെന്ന കാര്യം ഈ ചേട്ടൻ പറയാം. സാറിൻ്റെ അച്ഛനോടും ഇളയച്ചനോടും ഒക്കെ പറയുമായിരുന്നു നാഗേന്ദ്രനെ കണ്ട് പഠിക്കണമെന്ന്. ആ സമയത്തൊക്കെ MD മൂർത്തി സാറായിരുന്നെങ്കിലും കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിലേ നാഗേന്ദ്രന് ആ സ്ഥാനം കൈമാറുക വരെ ചെയ്തേനെന്നും പറഞ്ഞു. അങ്ങനെയായിരുന്നു കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്ക്. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പോൾ ആദർശനെ കേൾക്കാനും അറിയാനും ഭയങ്കര ക്യൂരിയോസിറ്റി. സ്വർണ്ണാഭരണം ഇഷ്ടപ്പെടുന്ന ഏതൊരു സ്ത്രീക്കും അങ്ങനൊരു ആഭരണം കണ്ടാൽ അതിൽ നിന്ന് കണ്ണെടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന കാര്യം പറഞ്ഞ് അത് വിട്ടുകളയാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാ വിവരങ്ങളും പറയുന്നു. അപ്പം പിന്നെ സ്വർണത്തോട് ആർത്തിയുള്ളവരും കൂടി ആണെങ്കിലോ അവരത് കളഞ്ഞു കുളിക്കുവോ വേണ്ടാന്ന് വെക്കുവോ? ഒരിക്കലും ഇല്ല. അതാണ് ഇവിടെ നാഗേന്ദ്രൻ സാറിന് ദോഷമായിട്ട് വന്നതെന്ന കാര്യം പറയാം. അതുകൊണ്ടാണ് ഞാൻ സമയദോഷത്തെ പഴിച്ചതെന്നും ഈ ചേട്ടൻ പറയുന്നു. അങ്ങനെ നമുക്ക് മോശ സമയം വരുമ്പോഴേ നമ്മുടെ ഭാഗത്ത് ശരിയില്ലാതാകും സാറേ. അങ്ങനെയാണെങ്കിൽ ശങ്കരനാങ്കലിനെ അറിയാവുന്ന നാഗേന്ദ്രൻ്റെ ഭാഗത്ത് ശരി എന്താണെന്ന് ചോദിച്ചു. ആ സമയത്ത് ഈ ചേട്ടൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആദർശനോട് ഇതെല്ലാം പറയാനായിട്ട് അങ്ങനെ ആ കഥയും എടുക്കുന്നു. ഈ സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ മൂർത്തി മുത്തശ്ശനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ സാറിൻ്റെ മരുമോൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആകർഷിച്ച ജർമ്മൻ കളക്ഷനാണ് കേട്ടോ, പ്രത്യേകിച്ച് എൻ്റെ മിസ്സിസിന് എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ വരുന്നു. അപ്പോൾ എനിക്കത് കണ്ടിട്ട് പോകാനേ തോന്നുന്നില്ല സാർ. അതുകൊണ്ട് അതിനു വേണ്ടി ഞങ്ങൾ ബാർഗൈനിങ് ഒരുപാട് നടത്തിയെന്നൊക്കെ അവർ പറയാം. ബാർഗൈനിങ് എന്നൊന്നും അതിന് പറഞ്ഞുകൂടാ, വലിയൊരു തുക കൊടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ എന്നെ വിളിച്ചിരുന്നു നാഗേന്ദ്രൻ, ഒരു കസ്റ്റമർ അത് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും പൈസ ആണെന്നുള്ളത് പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പം എന്തായാലും ഞങ്ങളത് വാങ്ങി സാർ, അതിൻ്റെ സന്തോഷത്തിലാണ് സ്റ്റെല്ല ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിക്കാം കേട്ടോ. ഇതുപോലൊരു ഡിസൈൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ എക്സിബിഷനിൽ എല്ലാവരുടെയും ഹൃദയം കവർന്നത് ആ നെക്ലേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് ഈ നെക്ലേഴ്സിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പോഴേക്ക് നാഗേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശൻ്റെ അടുത്തേക്ക്. അപ്പോൾ നാഗേന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിഞ്ഞു എല്ലാം എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യായിരുന്നു പേഴ്സും സ്റ്റെല്ലയും കൂടി ചേർന്ന്. ആ നെക്ലേഴ്സ് ഇവർ കൊണ്ടുപോയി എന്ന് പറയുമ്പം സാരമില്ല, ഇനി അടുത്ത വർഷം ഇതേ ദിവസം കാണാടോ നമുക്ക് എന്നൊക്കെ നമ്മുടെ മൂർത്തി സാറായിട്ട് ഇന്നിങ്ങനെ സംസാരിക്കുന്നു. അവർ പോയപ്പോൾ നാഗേന്ദ്രനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. നാഗേന്ദ്രൻ അവിടെ മൂർത്തി മുത്തശ്ശൻ്റെ മുന്നിൽ ഇരിക്കുവാണ്. അപ്പം ഞാൻ തന്നോട് പറഞ്ഞല്ലോ, ഇതിനു മുൻപും മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരുപാട് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ വന്നതിന് ശേഷം ചെയ്ത ഓരോ ഇവൻറ്റും മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെന്ന് മുത്തശ്ശൻ പറയാം. ഇത്തവണത്തെ സെയിൽസിൽ വൺ ഗ്രോത്ത് ആണ് കാണുന്നതെന്നും അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഷെയർ നിനക്കുണ്ടാകുമെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഇതെൻ്റെ ജോലിയുടെ ഭാഗമല്ലേ എന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ അങ്ങനെ നീ എഫേർട്ട് എടുത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ലാഭം കമ്പനി മാത്രം സ്വന്തമാക്കുന്നതിൽ അർത്ഥമില്ല. നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് മുത്തശ്ശൻ പറയുന്നു. അതുകൊണ്ട് മൂർത്തി ജ്വല്ലറി ഹൈലൈറ്റ് ആക്കി നിർത്താൻ നീ എന്ത് ഐഡിയ പറഞ്ഞാലും അതിന് പണം മുടക്കാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയാം. മുടക്കുന്ന പണത്തിൻ്റെ 10 ഇരട്ടി തിരിച്ചു പിടിക്കാൻ കഴിവുള്ളവനാണ് നീ. അപ്പം ഞാൻ ആ നെക്ലേഴ്സിന് വലിയ പരസ്യമാണ് കൊടുത്തതെന്നും അതിനനുസരിച്ച് ആളും വന്നു, പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് അതിനനുസരിച്ച് സെയിലും നടന്നെന്ന കാര്യവും നാഗേന്ദ്രൻ പറയാം. ഇനി നമ്മൾ അങ്ങോട്ട് അലസത ചെയ്യാതെ ബിസിനസ് നടത്തുകയാണെങ്കിൽ നമുക്ക് എതിരാളികൾ കാണില്ലെങ്കിലെന്ന് പറയാം.
എന്നാൽ പിന്നെ ഞാനങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോയി. മുത്തശ്ശൻ അവിടെ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷകളോടെ ഇരിക്കുന്നു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മൂർത്തി സാറിന് നാഗേന്ദ്രൻ സാറിലുള്ള വിശ്വാസം ഡബിൾ ഇരട്ടിയായിട്ട് കൂട്ടി എന്ന കാര്യം അദ്ദേഹം പറയാം ആദർശിനോട്. ഞങ്ങൾ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് നാഗേന്ദ്രനെ അഭിനന്ദിച്ചു, പാരിതോഷികങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MD കസേര മൂർത്തി സാറ് നാഗേന്ദ്രന് കൊടുത്തേനേ എന്ന്. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിരുന്നു അയാളല്ലേ? അതെ. എല്ലാം പിടിച്ചെടുക്കാനും മുത്തശ്ശൻ്റെ വിശ്വാസം പിടിച്ചു പറ്റാനും അയാൾ കളിച്ച് നാടകമായിരുന്നെങ്കിലും അത് ഒരിക്കലും അല്ല. അദ്ദേഹം അങ്ങനെ ഒരാളല്ല. അങ്ങനെയുള്ള അത്യാഗ്രഹമൊന്നും നാഗേന്ദ്രൻ സാറിന് ഉണ്ടായിരുന്നതും ഇല്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിനിടയിൽ മുത്തശ്ശൻ അയാളുടെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. അല്ല സാറിന് മുത്തശ്ശൻ്റെ കാര്യം അറിയാമല്ലോ. ഒരിക്കൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ പൂർണ്ണമായും ഒഴിവാക്കുന്ന സ്വഭാവമാണ് മുത്തശ്ശനുള്ളത്. പിന്നെ ഈ ജർമ്മൻ സ്വർണവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടന്നു. അന്ന് വരെ നാഗേന്ദ്രൻ 100% സത്യസന്ധനാണെന്ന് വിശ്വസിച്ച മൂർത്തി സാറേ അതോടെ അവനോടുള്ള ഒരു നയം അങ്ങ് മാറ്റിയെന്ന് പറഞ്ഞു. താൻ നാഗേന്ദ്രനെ കുറിച്ച് വിശ്വസിച്ചതൊക്കെ തെറ്റായി പോയെന്ന് മൂർത്തി സാറിനങ്ങ് തോന്നി. അതുപോലെ വല്ലാത്തൊരു കുരുക്കില നാഗേന്ദ്രൻ സാർ ചെന്നുപെട്ടതെന്ന കാര്യം പറയാണ്. പിന്നെ കാണിക്കുന്നത് പഴയ ആ ഒരു ഇതാണ്, അതായത് പഴയ ആ ഒരു കഥയിലേക്ക് പോകുന്നു. അപ്പോൾ നാഗേന്ദ്രനെ അച്ഛൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ജയനും അജയനും കൂടെ അവിടെ നിന്ന് പറയാം. അവൻ്റെ വരവോടെ നല്ല വളർച്ചയാണ് ജ്വല്ലറിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ കയറി പോയ സമയത്ത് ആ സ്വർണം കൊണ്ടുപോയ പയസ് എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ടേക്ക് കയറി വന്നു. സാറോ എവിടെ? മൂർത്തി സാർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സാറേ? അത് സാറ് വന്നിട്ട് സാറിനോട് പറയാനുള്ള കാര്യമാണെന്ന് ആ പയസ് പറഞ്ഞു. അപ്പോൾ ദേഷ്യത്തോടെ അദ്ദേഹം വന്ന് നിൽക്കുന്നത്, മനുഷ്യനെ ചീറ്റ് ചെയ്യാം, പക്ഷെ ഇങ്ങനെ ചീറ്റ് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്താ സംഭവം, എന്താ കാര്യം എന്നും ചോദിച്ചു നിൽക്കും. അപ്പോൾ സാറ് പറ്റേ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കേൾക്കെ തന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നടന്ന എക്സിബിഷനിൽ മേടിച്ച ആ ഒരു സ്വർണത്തിനെ പറ്റിയാണ് ഇയാൾ വന്ന് പറയുന്നത്. ആ എക്സിബിഷനിൽ നടന്നത് വലിയൊരു ചതിയാണെന്ന് അദ്ദേഹം പറയട്ടെ. അപ്പോൾ ഇവർ രണ്ടുപേരും അന്തം പെട്ടിങ്ങനെ നോക്കുക, ജയനും അജയനും. അപ്പോഴാണ് മൂർത്തി സാർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മൂർത്തി സാർ കയറി വന്ന സമയത്ത് ഇവരെല്ലാവരും ആ കന്താളിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. എത്തിയല്ലോ എന്നും പറഞ്ഞ ആ പൈസ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ എന്താണ് പൈസ, എന്താ കാര്യം, പർച്ചേസിന് ഇറങ്ങിയതാണെന്ന് ചോദിച്ചപ്പം ഇനിയും ഞാൻ ഗോൾഡ് പർച്ചേസ് നടത്തും, പക്ഷേ അത് മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് നടത്തണമെന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ഇവർക്കാകെ വല്ലാണ്ടായി. എന്ത് പറ്റിയിടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇത് നിങ്ങൾ തിരിച്ചെടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ആ സ്വർണം എടുത്ത് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ സ്വർണം കണ്ടു എൻ്റെ ഭാര്യ വലിയ പ്രതീക്ഷയോടെയാണ് ഈ നെക്ലേസ് വാങ്ങിയത്, പക്ഷെ ഓരോ ദിവസം കഴിയുന്നതോറും ഇതിൻ്റെ നിറം മങ്ങുമായിരുന്നെന്നും അവസാനം സംശയം തോന്നി ടെസ്റ്റ് നടത്തിയപ്പം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള കാര്യം പറയും. ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു ഞെട്ടിപ്പോയിട്ടോ. അതാ ജലജ പറ്റിച്ചതാ. ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ സ്വർണം പൂശ ഇമിറ്റേഷൻ ഗോൾഡ് ആയിരുന്നു ഇതെന്ന കാര്യം പറഞ്ഞു. അതാണ് എനിക്ക് തന്നെന്ന് പറഞ്ഞപ്പം എന്തൊക്കെയാ സാറേ ഈ പറയുന്നതെന്ന് ചോദിച്ചു നാഗേന്ദ്രൻ. അതേടോ, താനെന്ന് ജർമ്മൻ കളക്ഷൻ ആണെന്നും പറഞ്ഞ് ഒരുപാട് വാചകം അടിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. അതിലല്ലേ ഞാനും എൻ്റെ ഭാര്യയും വീണ് പോയതെന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് നാഗേന്ദ്രൻ്റെ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ മൂർത്തി ജ്വല്ലറിയോട് എനിക്കുള്ള ട്രസ്റ്റ് ഉണ്ടല്ലോ അതില്ലാതായി എന്ന് ആ പൈസ എന്ന് പറയുന്ന വ്യക്തി മുത്തച്ഛനോട് പറയുവാണ്. ഇവിടെ ഉണ്ടല്ലോ നല്ല സ്വർണ്ണപ്പണിക്കാർ, അവരെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു നോക്ക് സാറ്, അപ്പം അറിയാം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയാം. സാറേ ഇത് നല്ല സ്വർണ്ണം അല്ല, അപ്പോൾ അത് 100% പ്യുവർ ഗോൾഡ് ആയിരുന്നല്ലോ, അതിൻ്റെ കല്ലുകളും ഒറിജിനൽ ആയിരുന്നല്ലോ എന്ന് പറയുമ്പം ഒന്നും അല്ല സാറേ, സാറിന് ഇതിൽ എന്തെങ്കിലും അറിവുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും മൂർത്തി സാറ് കള്ളത്തരം കാണിക്കില്ല എന്ന് എനിക്കറിയാമെന്ന് അയാൾ പറയാം. പക്ഷേ സാറിനെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശൻ നാഗേന്ദ്രനെ നോക്കുക. നാഗേന്ദ്ര, ആ നെക്ലേസ് നിന്നെയല്ലേ ഞാൻ ഏൽപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ ടെൻഷനായി. എത്ര ദിവസം നീ അത് കയ്യിൽ വെച്ചിരുന്നു എന്ന് മുത്തശ്ശൻ ചോദിച്ചു. എന്നിട്ട് അതിൻ്റെ നിറമൊന്നും മങ്ങിയില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് പൈസ വാങ്ങിയതിന് ശേഷം അതിൻ്റെ തിളക്കം നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്രനെ ടെൻഷനായി തുടങ്ങി. അപ്പോൾ പൈസേ, ഈ സംഭവം താൻ പുറത്തൊന്നും പറയരുത്, അത് ഞങ്ങളെ വളരെ മോശമായിട്ട് ബാധിക്കുമെന്നും ആ എക്സിബിഷന് ശേഷം ജ്വല്ലറിയിൽ ഒരുപാട് മുകളിലേക്ക് പോയെന്നും താൻ വാങ്ങിയ സ്വർണത്തിൻ്റെ മുതൽ മാത്രമല്ല പലിശയും തിരിച്ചു തന്നേക്കാമെന്ന കാര്യം അദ്ദേഹം പറയാം. പക്ഷേ താൻ പറഞ്ഞത് 100% സത്യമാണോ എന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പം അതെന്താണെന്ന് വെച്ചാൽ സാറ് ചെക്ക് ചെയ്തോ, എനിക്ക് പൈസ ഒരു പ്രശ്നമൊന്നും അല്ല സാറേ, അതുകൊണ്ടാണ് വൈഫ് ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ വിലയ്ക്ക് ഞാനത് വാങ്ങിച്ചതെന്നുള്ള കാര്യം പറയാം. പക്ഷേ ഈ രീതിയിലെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുകയാണെങ്കിൽ പാരമ്പര്യമുള്ള ഈ ജ്വല്ലറി ഇനി കയറണോ വേണ്ടോ എന്ന് ആൾക്കാർ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശന് ഭയങ്കര ടെൻഷനായി. മുത്തശ്ശൻ പെട്ടെന്ന് നാഗേന്ദ്ര വാ എന്ന് പറഞ്ഞ് നാഗേന്ദ്രനെ വിളിച്ചുകൊണ്ട് പോവുക. ഈ നെക്ലേസ് കണ്ടാലേ ആരായാലും വാങ്ങിച്ചു പോകും, അതുകൊണ്ട് ചിലപ്പോൾ മൂർത്തി സാറ് ജർമ്മനിയിൽ നിന്ന് വാങ്ങിച്ച ആ ഗോൾഡ് ആരെങ്കിലും എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാകാനും മതിയെന്ന് ആ പൈസ എന്ന് പറയുന്ന ആൾ ജയനോടും അജയനോടും പറയാട്ടോ.
അങ്ങനെ അവരത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശനും നാഗേന്ദ്രനും കൂടെ അകത്തേക്ക് വരുന്നു. ഡേ, ആ ഗോൾഡ് ഞാൻ കൈമാറിയത് നിനക്കാണെന്നും അത് നിന്റെ കസ്റ്റഡിയിലായിരുന്നു എക്സിബിഷൻ വെക്കുന്നത് വരെയെന്നും മുത്തശ്ശൻ ഇങ്ങനെ നാഗേന്ദ്രനോട് പറഞ്ഞു. അതുകൊണ്ട് നിനക്കേ പറയാൻ പറ്റൂ എന്താ സംഭവിച്ചതെന്ന്. ഞാനത് ഷെൽഫിൽ വളരെ സേഫായിട്ട് വെച്ചിരുന്നതാണെന്നും പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ലെന്ന് നാഗേന്ദ്രൻ പറഞ്ഞപ്പോൾ അറിയണം, നീ മാത്രമാണ് അത് അറിയേണ്ടത് എന്ന് മുത്തശ്ശൻ നാഗേന്ദ്രനോട് പറഞ്ഞു. അല്ലാതെ വേറെ ആർക്കും അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നും. നീ ഉണ്ടാക്കിയ റെപ്യൂട്ടേഷൻ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാണ്ടാക്കി കളഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്ന് മുത്തശ്ശൻ പറയാം കേട്ടോ. പിന്നെ പൈസ എന്തായാലും കള്ളം പറയില്ല, കോടികളുടെ ബിസിനസ്സാണ് അയാൾ US ചെയ്യുന്നത് എന്ന് മാത്രമല്ല നാട്ടിലേക്ക് എത്തുമ്പോഴൊക്കെ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ വന്ന് വാങ്ങാറുമുണ്ട്. അങ്ങനെ ഒരാൾക്ക് നമ്മളെ താഴ്ത്തി കെട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് മുത്തശ്ശൻ പറയാം. അപ്പോൾ ഷോറൂമിൽ കൊണ്ടുവന്ന ശേഷം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല അങ്ങളെ എന്ന് മുത്തശ്ശനോട് ഈ പറയുന്ന നാഗേന്ദ്രൻ. ക്യാമറകളൊക്കെ സജീവമാകുന്നതേ ഉള്ളൂ, എന്നാൽ മൂർത്തി ജ്വല്ലറിയിൽ CCTV ക്യാമറ സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിനക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുമെന്നുള്ള കാര്യം പറയുവാണ്. അതല്ലെങ്കിൽ ആ നെക്ലേസ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് നീ അതിനകത്ത് എന്തോ തിരുമറി നടത്തിയതാണെന്ന് പറഞ്ഞപ്പം അയ്യോ ഞാൻ അങ്ങനെ ചെയ്യുമെങ്കിലേ പിന്നെ ആരാ ചെയ്തതോ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യപ്പെടുക. അതിനുള്ള ഉത്തരം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം നാഗേന്ദ്രനെ പറഞ്ഞു വിട്ടു. നാഗേന്ദ്രനെ കുറേ ദേഷ്യപ്പെട്ട് വഴക്കും പറഞ്ഞു. നിനക്ക് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല എന്ന് നാഗേന്ദ്രനോട് കട്ടായം പറഞ്ഞു. അപ്പോൾ ശരി അങ്കിളെ, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ കൃത്യമായി കണ്ടെത്തിയിരിക്കുമെന്നും കഴിവതും വേഗത്തിൽ തന്നെയെന്നും പറഞ്ഞു നമ്മുടെ നാഗേന്ദ്രൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണു. മുത്തശ്ശൻ ഇങ്ങനെ ആകെ കലി കയറിയിരിക്കുക. ഈ സമയത്ത് നാഗേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നു. ജലജ അന്നേരം അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ജലജയുടെ അടുത്തേക്ക് ചെന്നു. ജലജെ, ആ ജർമ്മൻ സ്വർണത്തിൻ്റെ കാര്യം നിനക്കും നിൻ്റെ അച്ഛനും ആങ്ങളമാർക്കും പിന്നെ എനിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല എന്ന കാര്യം നാഗേന്ദ്രൻ പറയുക. അത് ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് വെച്ചത്, എന്നിട്ട് നീ അതെടുത്ത് മാറ്റിയോ എന്ന് നാഗേന്ദ്രൻ ജലജയോട് ചോദിക്കുമ്പം എന്തൊക്കെയാണ് നാഗേട്ട ഈ പറയുന്നേ, ഞാനെന്തിനാ അതൊക്കെ എടുത്ത് മാറ്റുന്നേ? നീ അന്ന് എന്നോട് ചോദിച്ചതാ എക്സിബിഷൻ നടക്കുന്നതിന് മുൻപ് 1-2 ഫംഗ്ഷൻ ഉണ്ട്, അത് ഞാൻ ഇട്ടോട്ടെ എന്ന് ചോദിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ അറിയാതെ നീ ആ നെക്ലേസ് എടുത്തോ എന്ന് നാഗേന്ദ്രൻ ചോദിക്കുമ്പം ഞാൻ അറിയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ലേ നാഗേട്ടാ, എനിക്ക് ആ സ്വർണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നും പറഞ്ഞ് നാഗേന്ദ്രൻ ഇങ്ങനെ പറയാം കേട്ടോ. നാഗേന്ദ്രനോട് പറയാം, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതുവരെ സ്വർണ്ണമൊന്നും മോഷ്ടിച്ചിട്ടില്ല, അതേപ്പറ്റി നീ കൂടുതലൊന്നും പറയണ്ട. നിനക്ക് ആരുടെയെങ്കിലും ദേഹത്ത് സ്വർണം കിടക്കുന്നത് കണ്ടാൽ അത് വലിയ വിഷമമാണെന്ന് എനിക്കറിയാമെന്ന് നാഗേന്ദ്രൻ അന്നേരം പറഞ്ഞു. അങ്ങനെയുള്ളപ്പോഴൊക്കെ നീ എന്നെ ശല്യം ചെയ്തിട്ടുമുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ നാഗേട്ടാ, പക്ഷെ ഇപ്പം ഞാൻ അറിയാത്തൊരു വിഷയത്തിൻ്റെ പേരിൽ എന്നെ എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ ജലജ ചോദിക്കുമ്പം നിനക്കറിയാമോ ഇല്ലയോ എന്ന് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ആ ജർമ്മൻ സ്വർണത്തിന് എന്തു പറ്റിയെന്ന് ചോദിച്ചു ജലജ. അന്നത് പ്രദർശിപ്പിച്ചായിരുന്നല്ലോ. പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തു, അത് വലിയ വില കൊടുത്ത ഒരാൾ വാങ്ങുകയും ചെയ്തു. പക്ഷേ അവരൊന്ന് ജ്വല്ലറിയിൽ വന്നായിരുന്നു, അവർക്ക് കൊടുത്ത സ്വർണ്ണമേ മായം കലർന്നതാണ് എന്ന് പറയാൻ. അപ്പോഴേക്കും അയ്യോ അതെങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയത്തോലെ ജലജ ചോദിക്കുമ്പം അറിയില്ല എന്ന് പറഞ്ഞു. ഇനിയേ അച്ഛനെ കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണം എങ്ങാനും ആണെങ്കിലോ? ആ നെക്ലേസിൻ്റെ മാറ്റ് വരച്ച് നോക്കിയിട്ടെ നല്ല ഒന്നാന്തര സ്വർണ്ണമാണെന്ന് ശങ്കരേട്ടൻ എന്നോടാ പറഞ്ഞതെന്ന് നാഗേന്ദ്രൻ ജലജയോട് പറയുക. അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛന് ആ രീതിയിൽ പറ്റിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല ജലജ. എന്തായാലും എനിക്കതുമായിട്ട് യാതൊരു ബന്ധമില്ല നാഗേട്ടാ, അതിൻ്റെ പേരിൽ എന്നെ ചുമ്മാ ചോദ്യം ചെയ്യുകയും വേണ്ട കേട്ടോ, എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടുന്ന് തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. നാഗേന്ദ്രന് ജലജയാണോ അത് ചെയ്തതെന്നുള്ള സംശയവും ഉണ്ട്. അങ്ങനെ പേരും കള്ളി ജലജ നാഗേന്ദ്രൻ്റെ എന്താ പറയുന്നത് കാല് വാരിയെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു വിഷയം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന നാഗേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.